ദൈവമായ കർത്താവ് വീണ്ടും നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ പകലും ഓരോ രാത്രിയും പ്രതീക്ഷയോടെ നാം സഞ്ചരിക്കുകയാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതമാണ്. ഈ ജീവിതയാത്രയിൽ നമ്മൾ പലതും കാണുന്നു, പലതും അറിയുന്നു, പലതും സ്വന്തമാക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്ന, എന്ത് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വന്നാലും കൈവിടാത്തൊരു ദൈവം നമുക്കുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 39-ാം അധ്യായത്തില് 5-ാം തിരുവചനം അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചന ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവ് ജോസഫിനെ ഓർക്കുന്നു, അവന്റെ വീടിനെ അവനിലൂടെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെ മേല് കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നാം ദൈവത്തെ പരിപൂർണമായിട്ടും ആശ്രയിക്കുന്ന മകനാണെങ്കിൽ, മകളാണെങ്കിൽ.